ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു മലബാർ സ്പെഷ്യലായ നല്ല ബീഫ് കുരുമുളകൊക്കെ ഇട്ട് ഉലർത്തിയതും അതിന് കോമ്പിനേഷനായിട്ട് നല്ല കപ്പ മുളകിട്ടതുമാണ് കാണിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് ബീഫ് ഉണ്ടാക്കാം. അതിനുവേണ്ടി 1 കിലോ ബീഫ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബീഫിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതൊരു കുറച്ച് ചേർത്ത് കൊടുക്കാം. ബാക്കി നമ്മൾ മസാല വഴറ്റുന്ന സമയത്താണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. ഇനി അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ നല്ല ക്രഷ് ചെയ്ത കുരുമുളക്, നല്ല എരിവുള്ള കുരുമുളകാണ്. 1 കഷ്ണം കറുവപ്പട്ട. ഇത്രയൊന്ന് ചേർത്ത് നന്നായിട്ട് ആ ബീഫ് മിക്സ് ചെയ്യാം. മസാലയൊക്കെ നന്നായി തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 8 വിസിൽ പോരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ മസാല തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ട് 3 വലിയ സവോളയും ഒരു 10-15 ചുവന്നുള്ളി, ഒരു തക്കാളി, വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, എരിവുള്ള ഒരു പച്ചമുളക് ഇത്രയൊന്ന് അരിഞ്ഞു വയ്ക്കണം. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച ശേഷം നല്ല നാടൻ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കണം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുകയാണെങ്കിൽ ആദ്യമേ ചേർക്കരുത്, അത് കരിഞ്ഞു പോവും. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം അരിഞ്ഞു വച്ച ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ സവോളയും കൂടെ ചേർത്ത് ഒരല്പം ഉപ്പും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തത് സവോളയൊക്കെ പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയാണ്. സവോളയൊക്കെ വഴന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നാടൻ രീതിയിലായതുകൊണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തെങ്കിലേ ടേസ്റ്റ് കിട്ടുള്ളൂ. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം മസാലപ്പൊടികളെല്ലാം നല്ല പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ ബീഫ് വേവിച്ചത്, എങ്കിലും അതിൽ അല്പം വെള്ളമുണ്ട്. ആ വെള്ളത്തോടു കൂടി തന്നെ മസാലയിലേക്കിട്ട് ഇളക്കി യോജിപ്പിക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ബീഫിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ തൂവി നമുക്ക് വാങ്ങി വയ്ക്കാം. നല്ല എരിവുള്ള കുരുമുളകാണ് നമ്മൾ ബീഫ് വേവിക്കാൻ നേരം ചേർത്തത്, അതുകൊണ്ട് ഇനി കുരുമുളക് ചേർക്കുന്നില്ല. എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് ആവശ്യത്തിന് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഈ ബീഫ് റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി കപ്പ വേവിക്കാം. കപ്പ കൊത്തി നുറുക്കിയ ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. ഒരു 1/4 ഭാഗം വേവായതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് വേകുന്ന കപ്പയാണ്, നല്ല നാടൻ കപ്പയാണ്. കപ്പ നന്നായിട്ട് തിളച്ച് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ വെള്ളം ഊറ്റിക്കളയണം. ഇനി കപ്പ വറവിടാനുള്ള പാത്രത്തിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കണം. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞ് ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ചുവന്നുള്ളി ഒരല്പം കൂടുതലിടുന്നതാണ് നല്ല ടേസ്റ്റ്. ഒരു നല്ല എരിവുള്ള പച്ചമുളകും കൂടെ വട്ടത്തിലരിഞ്ഞ് ചേർത്ത് വഴറ്റിയെടുക്കണം. അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4 വറ്റൽമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. വറ്റൽമുളകും കൂടെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ ഊറ്റി വെച്ച കപ്പ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ കപ്പ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബീഫ് റോസ്റ്റിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അരപ്പ് ചേർത്ത നല്ല നാടൻ കപ്പപ്പുഴുക്കിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഒന്ന് സെർച്ച് ചെയ്ത് കാണുക.
ഇന്നത്തെ റെസിപ്പികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്